CPM നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം സർവകലാശാലയിൽ പ്രൊഫസർമാരും ആയിട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇനി ആ ശ്രേണിയിൽ സ്വരാജ് മാത്രം ബാക്കിയുണ്ടെന്നുള്ള ചില പ്രചരണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ചില നടപടികൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിൽ അരങ്ങേറിയിരിക്കുകയാണ്. ഇവിടെ സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് സരിതാ മേനോൻ 2008 കണ്ണൂർ സർവകലാശാലയിൽ PhD രജിസ്റ്റർ ചെയ്തിരുന്നു. SN കോളേജിൽ കണ്ണൂർ സെൻറ്റർ വെച്ച് ആണ് രജിസ്റ്റർ ചെയ്ത്. അവിടെ മാനേജ്മെൻറ്റിൽ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് IIIT എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥാപനത്തിൻ്റെ ഒരു അധ്യാപകനായ മുകുന്ദദാസിനെ ഗൈഡാക്കി കണ്ണൂർ സർവകലാശാല അംഗീകരിപ്പിച്ചാണ് അവിടെ സെൻറ്ററായി കോഴ്സ് നടത്തിയത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പാറ്റ്ന യൂണിവേഴ്സിറ്റിയിലോട്ട് മാറിപ്പോയി. അതോടുകൂടി ഇവർ ഗവേഷണം ഉപേക്ഷിച്ചു. പക്ഷേ അവർക്ക് ഇപ്പോൾ PhD കൊടുക്കാൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചു. അത് പരിശോധിച്ചപ്പോഴാണ് അത് എന്തെല്ലാം കാര്യങ്ങൾ വഴിവിട്ട് സ്വരാജ് ചെയ്തിരിക്കുന്നു മനസ്സിലായത്. സ്വരാജ് അടിക്കടി കണ്ണൂർ സർവകലാശാലയിൽ വരാറുണ്ടായിരുന്നുവെന്ന് എന്നോട് കണ്ണൂർ സർവകലാശാലയുള്ള അധ്യാപകരും അവിടെയുള്ള ജീവനക്കാർ പോലെ അറിയിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ PhD റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഇതേവരെ PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ട് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ തീസിസ് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു തീരുമാനം കേട്ടുകേൾവിയുണ്ടോ? അപ്പോൾ 1,10,000 രൂപയുണ്ടെങ്കിൽ ഒരു PhD സ്വന്തമാക്കാം എന്നൊരു തീരുമാനം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്വരാജാണ്.